എന്നാൽ ഈ ജനക്കൂട്ടത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല. അവിടെ ഇരുന്ന ആചാര്യം പറഞ്ഞു അത്രേ, അയൽപക്കത്തിരിക്കുന്ന ആളുടെ പിണ്ടം എടുത്തിട്ട് ദൈവമേ, എൻ്റെ പിതൃക്കന്മാർക്ക് ഈ ചെളിയിലാണല്ലോ ഞാൻ അന്നം മുട്ടിയത്. ദേവസ്വം ബോർഡ് കുറെ കൂടി ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. മാസം തൊഴിലിന് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് യാത്രകൾ അനുഭവിക്കുന്നു. സംഘടനകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക്, ദേവസ്വം ബോർഡിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇന്നലെ കർക്കിടകവാവിന്റെ ബലിയായിരുന്നു. പല ആളുകളും അല്ലെങ്കിൽ പല വിശ്വാസികളും ബലിയിടുന്നതിനായിട്ട് പല അമ്പലങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ബലിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. ഇപ്പോൾ കൊല്ലം തിരുവല്ലാവാരത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്? നോക്കൂ, ഒരു മനുഷ്യൻ ബലികർമ്മങ്ങൾ അർപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന കർക്കിടകത്തിലെ വാവ് ദിവസം ബലി അർപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിലെ പൂർവികർക്ക് മുഴുവൻ അന്നം ഊട്ടുക എന്നൊരു ചടങ്ങാണ്. അതായത് പൂർവികരെ ഓർക്കുക, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേടുക. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ബലികർമ്മങ്ങൾ അർപ്പിക്കുന്നത്. ഇന്നലെ ഞാനും ബലിയിടാൻ പോയ ആളാണ്. എൻ്റെ കുടുംബത്തിലെ പൂർവികന്മാരായി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ള ആർക്കെങ്കിലും ഒരു ശാന്തി ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ബലികർമ്മങ്ങൾ അർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കർക്കിടക മാസത്തിലെ ബലി ദിവസം വലിയ ജനക്കൂട്ടം ക്ഷേത്രങ്ങളിലേക്ക് എത്തും എന്ന അറിവ് ആർക്കുണ്ടാവണം? ദേവസ്വം ബോർഡിനുണ്ടാവണം. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. വർക്കലയിൽ ഇത്തരത്തിലുള്ള ബലികർമ്മങ്ങൾ വലിയ രീതിയിൽ നടക്കാറുണ്ട്. തിരുവല്ലാവാരം, കൊല്ലത്ത് തിരുവല്ലാവാരത്ത് ഇത്തരത്തിൽ ബലികർമ്മങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. എറണാകുളത്ത് ആലുവ ശിവക്ഷേത്രം ഇത്തരത്തിൽ ബലികർമ്മങ്ങൾക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇത്തരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തിരുവല്ലാവാരത്ത് ഒരു സ്ത്രീ യുടെ പ്രതികരണമാണ്. 100 രൂപ രസീത് ദേവസ്വം ബോർഡിന് അടച്ചിട്ടാണ് ഈ ബലികർമ്മങ്ങൾക്കായി പോവുക. അതുകൂടാതെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു പതിവ് എല്ലാവർക്കും ഉണ്ട്. വളരെ ശുദ്ധിയോടെ വൃത്തിയോടെ വ്രതം നോറ്റിട്ടാണ് ബലികർമ്മങ്ങൾ അർപ്പിക്കാൻ വേണ്ടി പോവുക. പിണ്ടമുരുട്ടി മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ആ ബലികർമ്മങ്ങൾ അർപ്പിച്ചതിന് ശേഷം ഇത് തൊട്ടടുത്ത ജലാശയങ്ങളിൽ, കടലോ കായലോ പുഴയോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിമഞ്ജനം ചെയ്ത് തൊഴുത് കുളിച്ചു കയറുക. ഇതാണ് അതിനൊരു ചടങ്ങിൻ്റെ ഒരു രീതി. തിരുവല്ലാവാരത്തുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടമായിരുന്നു. എന്നാൽ ഈ ജനക്കൂട്ടത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ മഴക്കാലമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ പറയാം മഴക്കാലമാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിലേക്ക് വരുമാനം വരുന്നുണ്ട്, 100 രൂപ രസീത് ഇവർ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പന്തലുകൾ ഒരുക്കിക്കൊണ്ട്, അതിനുവേണ്ട ആചാര്യന്മാരെ ഒരുക്കിക്കൊണ്ട്, അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സ്ത്രീ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ തിരുവല്ലാവാരത്ത് ബലിയിടാൻ വേണ്ടി 100 രൂപ രസീതരിച്ച് മണിക്കൂറുകളോളം മഴയത്ത് ക്യൂ നിന്നതിന് ശേഷം അവിടെ അകത്തെത്തിയപ്പോൾ പിണ്ടം കൊടുക്കാനുള്ള ചോറില്ല. അപ്പോൾ അവിടെ ഇരുന്ന ആചാര്യം പറഞ്ഞു അത്രേ, അയൽപക്കത്തിരിക്കുന്ന ആളുടെ പിണ്ടം എടുത്തിട്ട് ബലിയിടാൻ. അപ്പോൾ ഹർഷ ആഹാരം കഴിക്കാൻ വരുമ്പോൾ ഞാൻ പറയാണ്, അപ്പുറത്തെ കച്ചവടം ചെയ്യുന്ന ബക്കർ കാക്കയുടെ പൊതിയിൽ നിന്നെടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഹർഷയ്ക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? ഇത് സങ്കല്പമല്ലേ? നമ്മുടെ പൂർവികന്മാരായ ആത്മാക്കൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്ന, അന്നം മുട്ടുന്നൊരു ചടങ്ങാണ്. അത് ഈ സംഭവം അത്യന്തം വിമർശിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ സ്ത്രീയുടെ പ്രതികരണം വളരെ നന്നായി. ആ സ്ത്രീ മാത്രമല്ല, അവിടെ ബലിയിടാൻ വന്ന ഒട്ടനവധി പേർക്കും ഇതേ സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, ഇനി ഞാൻ പറഞ്ഞത്, ഞാൻ ബലിയിടാൻ പോയി ആലുവയിൽ പോയതാണ്. ആലുവയിൽ പോയപ്പോൾ അവിടെ ഈ ദേവസ്വം ബോർഡ് 100 രൂപയുടെ രസീത് എഴുതുന്നൊന്നും ഞാൻ കണ്ടില്ല. ആലുവ ശിവക്ഷേത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ആലുവ മണപ്പുറത്ത് ബലിപ്പന്തലുകൾ ഒരുങ്ങിയിരുന്നു. പക്ഷേ മുട്ടോളം ചെളിയിൽ നിന്നിട്ടാണ് അവിടെ വന്ന എല്ലാ ആളുകളും ബലിയിട്ടത് എന്നുള്ളതാണ്. ഞാൻ എല്ലായിടത്തും വലിയ തിരക്കായിരുന്നു. മണിക്കൂറുകളോളം ഞാൻ ക്യൂ നിന്നു. അവസാനം ഞാൻ ബലിയിടുന്ന ഷെഡിലേക്ക് ചെന്നപ്പോൾ ആ ബലിയിടാൻ പറഞ്ഞു തരുന്ന ആൾ മുട്ടോളം ചെളിയിൽ നിന്നിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അവിടെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, പക്ഷേ ചെളിയിൽ ഇത് പുതഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ആലുവ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം, ആലുവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വെള്ളം കൂടിയാൽ ആലുവ പുഴ കരകവിഞ്ഞ് ഭഗവാനെ കൂടി മൂടി പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ ഒരു പക്ഷേ പന്തലിടാനുള്ള ടെക്നിക്കലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും അതിനുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരത് ചെയ്തിട്ടില്ല. ചെറിയ പന്തലുകൾ ഈ ആചാര്യന്മാർ അവരുടേതായ ഇഷ്ടത്തിനിട്ടു. ദേവസ്വം ബോർഡ് പണം പിരിച്ചോട്ടെ, പണം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ 100 രൂപ ദക്ഷിണ കൊടുക്കുന്നിടത്ത് പിതൃക്കന്മാർക്ക് വേണ്ടി ബലിയിടാൻ പോകുമ്പോൾ എല്ലാവരും 100 രൂപ കൊടുത്തപ്പോൾ 200 രൂപ കൊടുത്ത ആളാണ് ഞാൻ ദക്ഷിണയായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പണം ചിലവാക്കാൻ താല്പര്യപ്പെട്ട് തന്നെയാണ് വരുന്നത്. കാരണം അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാകും. ചെളിയിൽ ഇല വെച്ച് പിതൃക്കൾക്ക് അന്നം മുട്ടുണ്ടെന്നൊരു സാഹചര്യം. ഇനി തിരുവല്ലാവാരത്ത് പിണ്ടച്ചോറ് കിട്ടിയില്ല, അപ്പുറത്ത് എടുത്തോ എന്ന് പറയുമ്പോൾ ആലുവയിൽ ചോറ് വെച്ചിട്ടല്ല ഇത് ചെയ്തത്, പച്ചരിയാണ് അവർ നമുക്ക് തന്നത്. അത് പോട്ടെ, അത് ചിലപ്പോൾ അവിടുത്തെ രീതിയായിരിക്കും, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തത്. അതിലൊന്നും ഞാൻ പരാതി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ഞാൻ ഇന്നലെ പമ്പയിൽ പോയി ബലിയിടാൻ ആഗ്രഹിച്ചതാണ്. എനിക്ക് അവിടെ ഒരു
ബലികർമ്മങ്ങൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലായിരുന്നതുകൊണ്ട് എത്താൻ 2 മണിയായപ്പോൾ എനിക്ക് ഇവിടുന്ന് പമ്പയ്ക്ക് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആലുവയിൽ പോയി ബലിയിട്ടത്. ഒരുപക്ഷെ എനിക്കുള്ള വിധി അതായിരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡ് കുറേ കൂടി ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. ബഹുമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ശബരിമലയിലെ കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു. ശബരിമല തീർത്ഥാടനമൊക്കെ വളരെ നല്ല രീതിയിൽ, എല്ലാത്തിനെയും കുറ്റം പറഞ്ഞു പോകുന്നത് ശരിയല്ല, ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് സാധിച്ചു. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ പറയണം, ശബരിമലയിൽ മാസം തൊഴിലിന് പോകുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, മാസം തൊഴിലിന് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒന്ന് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്ര, ഈ യാത്രയിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകളില്ലാത്തത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കൂടുതലും നമ്മുടെ നാട്ടിലെ പ്രായമായ അമ്മമാർ, അത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ അമ്മമാർ ഈ മണ്ഡലകാല സമയത്ത് അതിവിഹീനമായ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് മാസം തൊഴിലിലാണ് പോവുക. പ്രായമായവരാണ്, അവർക്ക് ആവശ്യമായ അടിസ്ഥാനം, ഇപ്പോൾ പമ്പയിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്, പക്ഷേ അത് എത്ര മലയാളികൾക്ക് ഭംഗിയായി അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. നിവൃത്തികൾ കൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന സാഹചര്യമാണ് കാരണം അത്രത്തോളം ജനങ്ങൾ വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് ഉണ്ടാകുന്ന പോലൊരു ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ മാസത്തൊഴിൽ കാലത്ത് 5 ദിവസങ്ങളിൽ ഉണ്ടാവാത്തതുകൊണ്ട് അവിടെ വൃത്തിഹീനമായൊരു സാഹചര്യമുണ്ട്. മുകളിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഒരുപാട് ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്. നമ്മൾ ഒരു അത്യാവശ്യത്തിന് ഓടി അങ്ങോട്ടേക്ക് തുറന്നു നോക്കുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളോടെ സമ്മാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ബഹുമാനായ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ടുന്ന ഒന്നാണ്. ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് ഒരു ആത്മസംതൃപ്തിക്കും സന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ്. അവിടെ വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ, എൻ്റെ പിതൃക്കന്മാർക്ക് ഈ ചെളിയിലാണല്ലോ ഞാൻ അന്നം മുട്ടിയത് എന്നൊരു കുറ്റബോധം ഉണ്ടാകാൻ, കളഞ്ഞിട്ട് പോകാനും പറ്റില്ല. നമ്മൾ വ്രതം നോറ്റ് അവിടെ പോയി ഈ കർമ്മത്തിന് ചെന്നിട്ട് അത് ചെയ്യാതെ പോയാൽ ദോഷമായി പോകുമോ എന്നൊരു ചിന്ത കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. എത്രയോ വരുമാനമാണ് ഇത്രയും ദിവസങ്ങളിൽ ക്ഷേത്രങ്ങൾക്ക് കിട്ടുക. അതേസമയം പല സംഘടനകളും ഭംഗിയായി ഇത് നടത്തുന്നുണ്ട്. ക്ഷേത്ര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ എൻ്റെ നാട്ടിൽ മേലില എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഈ ബലികർമ്മങ്ങൾ അർപ്പിച്ചു വരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ സഹോദരൻ മരണപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഇങ്ങനെ ബലിയിടുന്നൊരു പതിവുണ്ടായിരുന്നില്ല. അമ്മയുടെ സഹോദരൻ മരണപ്പെട്ടു പോയതാണ് ഞാനും ബലിയിടാൻ പോയത്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പറ്റുമെങ്കിൽ അവിടെ പോയി ബലിയിടും. അത് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പറമ്പെടുത്തിട്ട് അവിടുത്തെ നാട്ടുകാർ ഒരു സംഘടന ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അമ്മ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കുറച്ചു നേരം നിൽക്കേണ്ടി വന്നാലും മനോഹരമായി അത് ചെയ്യാൻ സാധിച്ചു. സംഘടനകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക്, ദേവസ്വം ബോർഡിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അത്യന്തം വിമർശിക്കേണ്ട വിഷയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഭക്തജനങ്ങൾ പണം കൊടുക്കുന്നുണ്ട്, ദേവസ്വം ബോർഡിലേക്ക് പണം ലഭിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് അപ്പോൾ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.